ഹരി ഓം. സ്വാമിയേ ശരണമയ്യപ്പ. ഈ ഒരു ശരണമന്ത്രം അത് ആവേശത്തോടെ ഉച്ചരിക്കാം, ഒപ്പം തന്നെ മനനം ചെയ്യുകയും ചെയ്യാം. ആവേശത്തോടെ ഉച്ചരിക്കുന്ന സമയത്ത് അത് മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. മനനം ചെയ്യുമ്പോഴാകട്ടെ അതുദ്ദേശിക്കുന്ന ഒരു സമർപ്പണഭാവം ഉണർന്നു വരികയും ചെയ്യും. രണ്ട് പ്രകാരത്തിലും ശരണമന്ത്രം വ്യാപകമായി ഉച്ചരിക്കപ്പെടട്ടെ. ശരണമന്ത്രധ്വനികൾ കേൾക്കുന്നതും ഉപകാരമാകും. അതുകൊണ്ടാണ് 41 ദിവസത്തെ മണ്ഡലകാല വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി 2 സമയത്തും ശരണമന്ത്രം ഉച്ചരിക്കുന്ന ഒരു സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അത്തരം വ്രതനിഷ്ഠകളൊക്കെ കൊണ്ട് നടക്കേണ്ടതുണ്ട്. അതിൻ്റെ പിറകിലുള്ള ചില വസ്തുതകളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. സാക്ഷാൽ ധർമ്മശാസ്താവ് മണികണ്ഠൻ അയ്യപ്പൻ തന്നെ ഈ വിഷയത്തിൽ ഉപദേശം നൽകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാം. അയ്യപ്പൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇതിനു മുമ്പൊരു ദിവസം സൂചിപ്പിക്കുകയുണ്ടായി. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ അനുബന്ധമായി പറയാമെന്ന് കരുതുകയാണ്. 2 വിദ്യകളുള്ളത് ചൂണ്ടിക്കാണിച്ചു. അവനവനെ സംബന്ധിക്കുന്ന വിദ്യയും പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന വിദ്യയും. 2 വിദ്യ കൊണ്ടും വിദ്യാർത്ഥി ലോകം അനുഗ്രഹീതരാവേണ്ടതുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരാവിദ്യയ്ക്ക് പ്രാധാന്യമില്ല, അപരാവിദ്യയ്ക്കാണ് പ്രാധാന്യം, ഒബ്ജക്റ്റീവ് സയൻസിനാണ് പ്രാധാന്യം. ഇതൊരു ന്യൂനത തന്നെയാണ്. അതുകൊണ്ട് ഔപചാരിക വിദ്യാഭ്യാസത്തിന് പുറത്ത് അനൗപചാരിക വിദ്യാഭ്യാസ മേഖലയിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആ നിലയ്ക്ക് പരാവിദ്യയെ സംബന്ധിക്കുന്ന വിദ്യാഭ്യാസ വ്യവസ്ഥ ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. വിദ്യാർത്ഥി ലോകം പരീക്ഷാഭയത്തിൻ്റെ നിഴലിലായി പോകുന്നു എന്നുള്ളത് എത്ര വലിയൊരു ദൗർഭാഗ്യമാണ്. ഈ മണ്ഡലകാലം വരുമ്പോഴേക്കും അവർക്ക് അർദ്ധവാർഷിക പരീക്ഷയാവും. അതുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ സാധിക്കില്ല. വിദ്യാർത്ഥി ലോകം ഏതാണ്ട് 25 വർഷത്തോളം ചുരുങ്ങിയത് പരീക്ഷാ പേടിയുടെ ആ ഒരു നിഴലിൽ കഴിയേണ്ടി വരുന്നു. ഇതിന് വാസ്തവത്തിൽ മാറ്റം വരുത്തിക്കൂടെ? വിദ്യാർത്ഥി ലോകത്തിന് പഠിക്കേ എന്ന് നിർബന്ധിക്കുന്ന മാതാപിതാക്കളോടും അധ്യാപകരോടും തോന്നുന്ന വികാരം എന്തായിരിക്കും? അവർക്ക് കളിക്കാനാണ് താല്പര്യം, അവർക്ക് മറ്റു കാര്യങ്ങളിലാണ് താല്പര്യം, പഠന വിഷയത്തിൽ താരതമ്യേന താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പഠിക്കുക എന്ന് നിർബന്ധിക്കുന്നിടത്ത് അവർക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു. ഇതിന് പരിഹാരമില്ലേ? വിദ്യാഭ്യാസ സംബന്ധിയായിട്ടുള്ള ഒരു ശാന്തി മന്ത്രം, ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി 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 എന്നതാകുന്നു. ഇത് ഉപനിഷത്ത് സംബന്ധിയായ ശാന്തി മന്ത്രം. ഈ ശാന്തി മന്ത്രത്തിൽ ഗുരുവും ശിഷ്യനും കൂടി പ്രാർത്ഥിക്കുന്നു എന്നാണ് സങ്കല്പം. ഞങ്ങൾക്ക് തമ്മിൽ വിരോധമുണ്ടാവാതിരിക്കട്ടെ എന്നൊരു പ്രയോഗമുണ്ട് ഒടുവിൽ, മാ വിദ്വിഷാവഹൈ. വാസ്തവത്തിൽ ഞങ്ങൾക്ക് തമ്മിൽ വിരോധമുണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന കുടുംബത്തിൽ പ്രതിഫലിക്കണം, വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പ്രതിഫലിക്കണം. ആർക്കും ആരോടും വിരോധം തോന്നാതിരിക്കട്ടെ, അഥവാ വിരോധത്തിൻ്റെ അന്തരീക്ഷത്തിൽ വിദ്യാദാന സ്വീകരണം നടക്കാതിരിക്കട്ടെ. വിദ്യാദാനം, വിദ്യ പറഞ്ഞു കൊടുക്കുക. അധ്യാപകരൊക്കെ വിദ്യാദാനത്തെ ചെയ്യുന്നു.
വിദ്യാർത്ഥികളാകട്ടെ വിദ്യയുടെ സ്വീകർത്താക്കളാണ്, അതിനെ സ്വീകരിക്കുന്നവരാണ്. ഇവരുടെ ഇടയിൽ വിദ്വേഷം ഉണ്ടാകാതിരിക്കട്ടെ. കുടുംബത്തിൽ പഠന വിഷയകമായിട്ട് അച്ഛനമ്മമാരും കുട്ടികളും തമ്മിൽ, മറ്റു മുതിർന്നവരും കുട്ടികളും തമ്മിൽ വിരോധമുണ്ടാകാതിരിക്കട്ടെ. വാസ്തവത്തിൽ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ, അത് കുടുംബത്തിലായാലും വിദ്യാലയത്തിലായാലും കലാലയത്തിലായാലും മറ്റു മേഖലകളിലായാലും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, എല്ലാ മേഖലകളിലും എല്ലാ സ്ഥാപനങ്ങളിലും മാ വിദ്വിഷാവഹൈ എന്ന പ്രയോഗം ആവർത്തിക്കേണ്ടതുണ്ട്. വിദ്വേഷത്തെ ഇല്ലാതാക്കാനുള്ള സമീപനം കണ്ടെത്തേണ്ടതുണ്ട്. ഇത് വളരെ കാലിക പ്രസക്തിയുള്ള വിഷയമായതുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കാരണം വിദ്യാർത്ഥി ലോകം വിദ്വേഷത്തിൻ്റെ കരാളമായ സ്വാധീനത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. രണ്ടാമത്തെ കാര്യം, അവർ ഭയത്തിൻ്റെ നിഴലിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഭയപ്പാടോടെ പഠിക്കുന്നത് എങ്ങനെ ആസ്വാദ്യകരമാവും? ഒരിക്കലും ആസ്വാദ്യകരമാവില്ല. ആസ്വാദ്യകരമായിട്ട് ആസ്വദിച്ച് ആർജിക്കുന്ന അറിവ് മാത്രമേ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയൂ. ആസ്വദിച്ച് സ്വീകരിക്കുന്ന അറിവ് മാത്രമേ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയുള്ളൂ. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഈ തരത്തിലുള്ള ആസ്വാദനമില്ലാത്തതുകൊണ്ട് വിദ്യാസമ്പന്നരായിട്ടുള്ളവർ പുറത്തു വരുമ്പോൾ അവരിൽ കാണാൻ പാടില്ലാത്ത ഔദ്ധത്യത്തെ കാണുന്നു. എന്ന് പറഞ്ഞാൽ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർ വല്ലാത്തൊരു ധിക്കാരഭാവമാണ് പുലർത്തുന്നത്. അവർക്ക് പ്രതിബദ്ധതയുടെ, പ്രേമത്തിൻ്റെ, സേവനത്തിൻ്റെ ഒരു രീതി അവലംബിക്കാൻ സാധിക്കുന്നില്ല. വിദ്യ വിനയത്തെ ഉണ്ടാക്കും എന്നൊരു പ്രയോഗമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളിൽ ഔദ്ധത്യമാണ്, ധിക്കാരമാണ്, അഹന്തയാണ് പെരുകുന്നതെങ്കിൽ, വളരുന്നതെങ്കിൽ വിദ്യാദതാതി വിനയം. കാളിദാസൻ വിദ്യാഭ്യാസത്തെ വിശേഷിപ്പിക്കുന്നത് വിനയാധാനം എന്നാണ്. ഇതൊക്കെ ആകെ തകിടം മറിഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥി ലോകം പ്രേമമുള്ളവരായി, പ്രതിബദ്ധതയുള്ളവരായി, സേവന സന്നദ്ധരായി മാറാത്തതിൻ്റെ കാരണം തേടിപ്പോയാൽ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ, ആദാന പ്രദാനങ്ങളിൽ, വിദ്യാസ്വീകരണത്തിലും വിദ്യാദാനത്തിലും ഈ ഒരു വിദ്വേഷം കലരുന്നു, ഭയപ്പാട് കലരുന്നു എന്നതാണ് കാരണം. അത് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് മനസ്സിരുത്താം. വീട്ടിലെ കുട്ടികളോട് പഠിക്കാൻ പറയുന്ന സമയത്ത് അതവരിൽ ഭയമുണർത്തിയിട്ടാവാതിരിക്കട്ടെ, അതവരിൽ വിദ്വേഷത്തെ വളർത്തിയിട്ടാവാതിരിക്കട്ടെ. അങ്ങനെ അല്ലാത്തൊരു സമീപനത്തെക്കുറിച്ച് ദയവേത് ചിന്തിക്കൂ. ഇതുപോലെ തന്നെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും. കാരണം കലുഷിതമായ ഒരു മാനസികാവസ്ഥയിൽ, അത് വിദ്വേഷത്തിൻ്റെ കാലുഷ്യം, ഭയത്തിൻ്റെ കാലുഷ്യം, സ്വീകരിക്കപ്പെടുന്ന അറിവ് കലുഷിതമായിരിക്കും, ജീവിതത്തിൽ പ്രയോജനപ്പെടില്ല, അതൊരു ഭാരമായി മാറാൻ സാധ്യതയുണ്ട്. ജ്ഞാനഭാരം, കർണഭാരം എന്നൊക്കെ പറയുന്നത് പോലെ ജ്ഞാനഭാരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. മറിച്ചുള്ള ഒരു രീതി, അതിനെക്കുറിച്ച് ചിന്തിക്കണമേ. പരീക്ഷാ പേടിയില്ലാതെ കുട്ടികൾ വളരട്ടെ, വിദ്വേഷമില്ലാതെ അവർ പഠിക്കട്ടെ. ഈ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് എല്ലാവരും ആലോചിക്കണം. സമുചിതമായൊരു സമീപനം കണ്ടെത്താൻ എല്ലാവരും മനസ്സിരുത്തണം. അതിനുവേണ്ടി സ്വസ്ഥമായിരുന്ന് ആലോചിക്കൂ. കുട്ടികളോട് പഠിക്കേ എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു 2-3 വട്ടം എങ്ങനെ അവർക്കൊരു വിദ്വേഷം തോന്നാത്ത വിധം അവരെ പഠനത്തിലേക്ക് ആകർഷിക്കാം, അങ്ങനെ ഒരു ആലോചനയുണ്ടാവട്ടെ എന്ന് ഇന്ന് വിദ്യാഭ്യാസപരമായ ചില ചിന്തകളാണ് പങ്കുവച്ചത്. കുറച്ചുകൂടി കാര്യം പറയാനുള്ളത് അടുത്ത ഘട്ടത്തിൽ പറഞ്ഞോളാം. എന്നിട്ട് നമുക്ക് വീണ്ടും കഥയിൽ മുന്നോട്ട് പോകാം. ഹരി ഓം.